ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ എനർജി എന്താണ്, അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഈ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഒരുപാട് പേരും ഇപ്പോൾ അറിയാൻ ആഗ്രഹിച്ചിരുന്നൊരു ടോപ്പിക്ക് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് എനർജീസ് വരുന്നുണ്ട്. ഓക്കെ, current situation of your person. Okay, yes, door to personal healing and happiness. ഈ വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് നമുക്ക് വ്യക്തമാക്കാനായിട്ട് വ്യക്തമായി പറയാനുള്ളത്. അതായത് അവരുടെ മനസ്സിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവർ അതുകൊണ്ട് തന്നെ ചില ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ. അതായത് ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സെപ്പറേഷനാണ് കാണുന്നത്. ആ ഒരു സെപ്പറേഷൻ ഈ സ്പിരിച്വൽ വേയിലൂടെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി എനർജീസൊക്കെ കാണുന്നുണ്ട്. വളരെയധികമായിട്ടുള്ള നെഗറ്റിവിറ്റീസ് ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. ചില വ്യക്തികൾ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ ഓപ്പോസ് ചെയ്യുന്നത്. നിങ്ങളെ രണ്ട് പേരെ ഒന്നിപ്പിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ തടസ്സമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ആ വ്യക്തികൾ. അതുപോലെ തന്നെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറച്ച് പേർക്കിടയിൽ പ്രശ്നമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി ചില ഗോസിപ്പുകളെ ഭയക്കുന്നുണ്ട്. മറ്റ് വ്യക്തികൾ എന്ത് ചിന്തിക്കുമെന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഈ വ്യക്തിയിൽ വരുന്നത് കൊണ്ട് ഈ വ്യക്തി ഒരു ഡിസ്റ്റൻസിൽ പോയതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തെ എല്ലാം ഈ വ്യക്തി അതിജീവിക്കും എന്നുള്ളൊരു എനർജിയാണ് നെക്സ്റ്റ് വരുന്നത്. ആൻഡ് അവർക്ക് അതിനായിട്ടുള്ള ഒരുപാട് ഇൻറ്റ്യൂഷൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സോ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ പാസ്റ്റ് ലൈഫും പ്രസൻറ്റ് ലൈഫും തമ്മിൽ അവർ കമ്പയർ ചെയ്യണുണ്ട്. പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർ എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ വേർപെട്ട് പോയതിൽ ചിലപ്പോൾ അവർ ചിന്തിക്കാതെ എടുത്തൊരു തീരുമാനത്തിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിലവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്, കൺഫ്യൂഷനാണ് ആ വ്യക്തിക്കുള്ളത്. അതായത് അവരെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നവർ തിരിച്ചറിയുന്ന മൊമെൻ്റ് കൂടിയാണ്. കമ്പാരിസൺ ആണ് കാണുന്നത്. അവർ ഈ പാസ്റ്റ് ലൈഫും പ്രസൻറ്റ് ലൈഫും തമ്മിൽ അവരിങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ലൈഫിലായിരുന്നു അവരത്രയും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. ഒരുപാട് തവണ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഒരിക്കലും അവർക്കതിന് സാധിക്കില്ല, അവർക്കതിന് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ്. ആ ഒരു റിയലൈസേഷനാണ് അവർക്ക് ഉണ്ടായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് മാനസികമായിട്ട്, അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെയൊക്കെ അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അത് മാനസികമായിട്ട് തന്നെ നിങ്ങളെ തകർത്തിട്ടുണ്ട്. അതൊക്കെ അവർ കാരണമാണ് നിങ്ങൾ ഇത്രയും വേദന അനുഭവിച്ചത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ അവർ പല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഓക്കെ, അതെല്ലാം യെസ്, അവരുടെ ഹൃദയം തകർന്നു പോയിരിക്കുന്നു. അതായത് അവരുടെ ആ വിൽ പവറൊക്കെ നഷ്ടപ്പെട്ടു. അതായത് നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന സമയത്ത് അവരുണ്ടായി, നിങ്ങൾ നഷ്ടപ്പെട്ടാൽ എന്താണ് അവർ നന്നായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ അവർ നിങ്ങളില്ലാണ്ടായാലും ഹാപ്പി ആയിട്ടിരിക്കാൻ അവർക്ക് കഴിയും എന്നൊക്കെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് ഈഗോ പ്രോബ്ലംസൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ പോയതോടുകൂടി, അവരുടെ ലൈഫിൽ നിന്ന് പോയതോടുകൂടി അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. അവർ നേടിയതും അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചോ അതെല്ലാം അവർക്ക് ഒന്നൊന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇപ്പോഴാണ് ശരിക്കും അവർ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുള്ളത്. അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് ആ ഒരു അവസ്ഥയിലോട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അവർ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ എന്താണ് അവരുടെ തെറ്റുകൾ ഏറ്റു പറയാനായിരിക്കാം അവർ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. ആൻഡ് ആ ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും, അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അബണ്ടൻസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവരങ്ങനെ ഒരു ചോയ്സുമായിട്ട് നിങ്ങളുടെ അരികിൽ വരുമ്പോൾ നിങ്ങളെന്താണ് കറക്റ്റായിട്ട് നിങ്ങൾ അവരെ ആ ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കേൾക്കാനായിട്ട് നിങ്ങൾ അവർക്കൊരു അവസരം കൊടുക്കുക. അവർ പറയുന്നത് കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സണ് ഒരു ചാൻസ് കൂടി കൊടുക്കുക. ഓക്കെ, കാരണം എല്ലാ രീതിയിലും ഒരു മാറ്റത്തിലൂടെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. കാരണം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്നേഹം ഒരിക്കലും അവർക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനാവില്ല. അതുപോലെ തന്നെ അവർ തിരിച്ചറിഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് പകരമായിട്ടൊരു വ്യക്തി അവരുടെ ലൈഫിൽ അവർക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത്. തേർഡ് പാർട്ടിയുടെ ആ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഇത്രയും ഒരു ഡീപ്പായിട്ട് മാറിപ്പോയത്. ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഓക്കെ നിങ്ങൾക്കിടയിൽ പ്രതിബന്ധമായിട്ട് കാണുന്നത്. ആൻഡ് യെസ്, അവർ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ഒരു ആക്ഷൻ എടുക്കണം എന്നവർ തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെയിം ടൈമിൽ അവർക്ക് മുന്നിലുള്ള തടസ്സങ്ങളെക്കുറിച്ചും അവർ ഓർത്ത് പിന്നിലേക്ക് മാറുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു പിന്നിലേക്ക് പോകണമോ അല്ലെങ്കിൽ മുന്നോട്ടൊരു ആക്ഷൻ എടുക്കണമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ആ ഒരു സിറ്റുവേഷൻ അവരിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ആ ഒരു മുന്നോട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക. അതിന് മറ്റൊരു പാത്ത് അവർ ചൂസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല എങ്കിലും അവർ മറ്റൊരു പാത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഉണ്ട്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നതായിട്ടുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് യെസ്, ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. അവർ ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ തുടക്കം തന്നെ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. യെസ്, ഈ ഒരു സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിലൂടെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം. അവർക്ക് ഈ ഒരു വേദന ഇനിയും താങ്ങാനാവുന്നില്ല എന്നുള്ളതാണ് അവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ ഇനിയും അവർക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. യെസ്, ഒരു ഹാപ്പി ഫാമിലി ലൈഫാണ് അവർ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് അത്രത്തോളം ആഴത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഈ വ്യക്തിക്കുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ തടസ്സങ്ങൾ വന്നിരുന്നാലും, എന്തൊക്കെ നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചാലും ഒരിക്കലും അവർ നിങ്ങളെ വിട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ് ഈ വ്യക്തി ഈ നിമിഷം ആഗ്രഹിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലേക്കാണ് അവർ പോകുന്നത്. എന്തായാലും കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നു. ആ ഒരു രീതിയിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചൂസ് ചെയ്തിരിക്കുന്ന പാത്ത് സ്പിരിച്വൽ പാത്താണ്. ഡയറക്റ്റായിട്ട് ഒരു നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്കതിന് കഴിയുന്നില്ല. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. മാനിഫെസ്റ്റേഷൻ പോലുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ടെക്നിക്സൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട് പലരും. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട്, നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്ന് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് ഈ മൊമെൻറ്റിൽ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ അത് പറയാൻ ശ്രമിക്കുക.
ഓക്കെ, എല്ലാ റീഡിങ്ങിലും മിക്കവാറുമുള്ള റീഡിങ്ങിലും ഞാൻ എടുത്ത് പറയുന്നൊരു അഫർമേഷനാണിത്. ഇത് നിങ്ങളിൽ ഒരുപാട് പേരുടെ ലൈഫിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നറിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഈ ഒരു അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക. ഏർലി മോർണിംഗിൽ പറഞ്ഞാലും അത് വളരെയധികം ഫലം പെട്ടെന്ന് നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ഒരു അഫർമേഷൻ പറയാനായിട്ട് ചെയ്യുക. ഓക്കെ, ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.